ആ കാണുന്ന കയറ്റാട്ടാ കഴിഞ്ഞ പ്രാവശ്യം തോൽവി സംഭവിക്കേണ്ടി കയറ്റം കേറി വന്നേക്കാളും ടാസ്കാണല്ലോ തിരിച്ചിറങ്ങി പോലെ ഒരു വൃത്തിയില്ലാത്ത തിറക്കം. ഇങ്ങനത്തെ നല്ല കാഴ്ചകളൊക്കെ വൈകുന്നേരം കിട്ടുള്ളൂ. കൂട്ടുകാരൻ എന്തൊരു പരിപാടി. അതിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലാന വില്ലേജിൽ നിന്ന് ഇറങ്ങാണ്. സാധനങ്ങളൊക്കെ കെട്ടി സെറ്റാക്കി, എല്ലാം സെറ്റാക്കി. ഇനി പോയിട്ട് ടെന്റ് മേടിക്കണം. അമ്മ വിളിച്ച് ജാതി കലാപ്പാ ടെന്റ് മേടിക്കാതാണ്ട്. കാരണം എത്ര നാൾ പൈസ സെറ്റാവാണ്ടായിരുന്നു. പൈസ സെറ്റായപ്പോൾ ടെന്റ് മേടിക്കാൻ പറ്റുള്ള. അപ്പം ഇന്ന് പോയിട്ട് ടെന്റും ഒരു ബാഗ് മേടിക്കണം. ബാഗ് ആകെ നാശമായി. അപ്പോൾ ഒരു ബാഗ് മേടിക്കണം. അടുത്തുള്ള ഡെക്കാത്തലാണ് അല്ലെങ്കിൽ ഏത് നല്ല സ്റ്റോറി പോയിട്ട് അതും സെറ്റ് ചെയ്യണം. കയറി വന്നേക്കാളും ടാസ്കാണല്ലോ തിരിച്ചിറങ്ങി പോലെ. റോഡ് ഫുള്ള് ഇവിടെ ഐസാണ്. റോഡ് ഫുള്ള് ഐസാണ്. ഈ കാണുന്ന ഐസാണ്. അത് നോക്കേ ഐസ് പിടിച്ചിരിക്കണൊക്കെ. എന്നെ പോലെ ടാസ്ക് ആയില്ലോ. ഐസുമ്മ കയറി കഴിഞ്ഞാൽ വണ്ടി ഒറ്റ പോക്കാൻ പോകും. തെന്നി ആകെ ടാസ്കള് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോണം. ആ കാണുന്ന കയറ്റാട്ടാ കഴിഞ്ഞ പ്രാവശ്യം തോൽവി സംഭവിക്കേണ്ടി കയറ്റം. ആ കയറ്റാണ് കയറാൻ പറ്റാണ്ട് തിരിച്ചിറങ്ങിപ്പോയേ. അതിക്കോട്ടെ ഇറങ്ങിപ്പോണേ. ഈ വഴിക്ക് ഇങ്ങനെ ചെന്ന് ആ പാലത്തോടെ കയറിയിട്ട് അതിക്കോട്ടെ ഇങ്ങനെ ഇറങ്ങിപ്പോണം. ഇറങ്ങിപ്പോലും സീനാട്ടാ. അതെ അവനും കുറച്ച് ഇറങ്ങിപ്പോണേ. ദൈവം എൻ്റെ വണ്ടി എങ്ങനെ ഇറങ്ങി പോവാമോ ഇനി. എൻ്റെ പോലെ ജാതി ടാസ്കാട്ടാ ഇതിറങ്ങി പോണെങ്കിലും. ഈ ഒരു ഇറക്കിറങ്ങിയിട്ട് ഒരു കയറ്റുണ്ടോ, അത് മുട്ട കയറ്റാ. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു കയറ്റേണ്ടത്, അതെങ്ങനെ കയറി പോവാമോ. ഇതെങ്ങനെയും ഇറക്കാൻ നോക്കട്ടെ ഒന്ന്. അതിറങ്ങി പോന്നു. എൻ്റെ പോലെ രക്ഷപ്പെട്ടു. പക്ഷേ ബ്രേക്ക് പെഡലൊക്കെ കല്ലുമ്പോൾ തട്ടിയിട്ട് പോന്നെ. ഇതുപോലത്തെ കല്ല് കിടക്കണേ. ഇനി ഈ കല്ലുമ്പോൾ കൂടെ വേണം അപ്പുറത്തേക്ക് എത്താൻ. ഈ കയറ്റാണ് ഞാൻ പറഞ്ഞത്. അവൻ്റെ വണ്ടി നിന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം പിന്നെ പറയണ്ട. എന്തായാലും നിൽക്കും. തെരഞ്ഞു കയറണേ. വണ്ടി കയറണില്ല. ഡൂക്ക് വരെ നിന്ന് പോയിച്ചേ കയറ്റത്ത്. ഡൂക്ക് വരെ അവിടെ നിന്ന് പോയി. എൻ്റെ കാര്യം പിന്നെ പറയണോ. കർത്താവിന് വിളിക്കുക, അല്ലാണ്ട് വേറെ വഴിയില്ല. കയറി പോന്നുട്ടാ. നിന്നില്ല. ഒറ്റ ഡേക്കിനല്ലേ കയറി പോന്നു. ദൈവം കാത്തു. എൻ്റെ പോലെ ഒന്നും പറയട്ടെ. ഞാൻ വെച്ച് പെട്ടോ വിചാരിച്ചേ. രക്ഷപ്പെട്ടു. ഇനിയുണ്ട് അതുപോലത്തെ ഒരു 1-2 കാറ്റകൾ ഇതുപോലെ ഉണ്ട്. താഴത്തേക്ക് എത്തിയിട്ടാ. എൻ്റെ പോലെ ഒന്നും പറയണ്ട. മുട്ട ടാസ്കാർന്നു. വരണ വഴിക്ക് അങ്ങനെയാണ്. ഫുൾ ഓഫ് റോഡാണ്. ഇവിടുത്തെ ചെറിയ ചായ കുടിച്ചിട്ട് നേരെ ടെൻ്റൊക്കെ മേടിക്കാനായിട്ട് പോകണം. പെട്രോൾ അടിക്കണ പെട്രോളില്ല. ഇമെയിലേക്ക് എത്തി. റെഡിൻ്റെ അവിടേക്ക് എത്തി. കാണണ്ട. പെട്ടു. ഇവിടെ പെട്രോൾ പമ്പൊന്നും കാണാനില്ല. 219 കിലോമീറ്റർ ഉണ്ട് ഡെക്കാത്തലുള്ളിലേക്ക്. 6 മണിക്കൂറത്തെ യാത്ര. ഞാൻ എപ്പോടി എത്താരാ ദൈവത്തിനറിയാം. വരണ വഴിക്ക് ഒരു പെട്രോൾ പമ്പ് കിട്ടി. നേരെ കയറി ഒന്നും നോക്കിയില്ല. അല്ലെങ്കിൽ വഴി കിടക്കും. റോട്ടിൽ മുട്ടം നിറക്കാനുള്ള റോഡാകെ നാശമായിട്ട് കിടക്കാം. പൊട്ടിപ്പൊളിഞ്ഞ്. പിന്നെ കസോളിലേക്ക് പോണ വണ്ടികളൊക്കെ ഉണ്ട്. മേളിലേക്ക് ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ. അങ്ങോട്ട് പോണ വണ്ടികളൊക്കെ കണ്ട് മുട്ടം നിരക്കാം. ഈ വഴിക്ക് രാത്രി വന്നുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റില്ല. എൻ്റെ പോജോ അത് രസം കാണാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം കസോളിലേക്ക് പോയത് രാത്രിയായിരുന്നു. കസോളിലേക്ക് എപ്പോഴും വണ്ടികൾ പോകുന്നുണ്ട്. അതാണ്ട് റോഡൊക്കെ ഭയങ്കര തിരക്കാം. എന്ത് രസമല്ല കാണാനായിട്ട്. മഞ്ഞുണ്ട്. മൂടൽ മഞ്ഞുണ്ട്. ബോർഡ് കണ്ട വണ്ടി. അടിപൊളി ഒരു വ്യൂ കണ്ട നിർത്തിയതാ. നല്ല രസം അവിടെ നിൽക്കാനായിട്ട്. നല്ല വെയിലുണ്ട്. കുറച്ചായിരുന്നു വെയിൽ കായാന്ന് വെച്ചു. അപ്പം നിർത്തിയതാ. അതേ കേട്ടാ നല്ലൊരു കാഴ്ച. 20 കപ്പലണ്ടി മേടിച്ച് ചേർന്നു. രാജസ്ഥാനിൽ നിർത്തിയായിരുന്നു കപ്പലണ്ടി തീറ്റ. ഇപ്പം പിന്നെ തുടങ്ങിയുണ്ട്. കപ്പലണ്ടി ഒന്നും നേരം പോയി തന്നില്ല. ഇവിടെ സമയം പെട്ടെന്ന് പോകും. 2 മണി ആയിച്ചേ. ടെന്റ് പഠിക്കണോടത്ത് 7 മണിയാവും എത്തുമ്പോൾ. ഇപ്പെങ്കിലും പോയാൽ അവിടെ 7 മണിക്ക് എത്തുള്ളൂ. ഒരു തുരങ്കത്തിൽ കൂടെ പോയി കുടിക്കണേട്ടാ. അയ്യോ തുരങ്കത്തിന് ചോർച്ചിട്ട് വെള്ളം വീഴുണ്ട് അവിടെ ഇവിടെ കേട്ട്. കൊടുക്കാതെ തിരക്കാണ് ഈ തുരങ്കത്തിന്റെ ഉള്ളിൽ. കുറെ നേരം അതിന്റെ ഉള്ളിൽ കയറിയിട്ട്. എത്ര കിലോമീറ്റർ ഉണ്ടാവും അത്. ഒരു വൃത്തിയില്ലാത്ത തുരങ്കം. അപ്പുറത്തൊക്കെ ചെലിയൊക്കെ ഉണ്ട്. അതുപോലെ ചോർച്ചയുണ്ട്. എന്നെ പോലെ ഒടുക്കത്തെ നീളം തുരങ്കത്തിന്. ഇപ്പൊ ഇറങ്ങി തീർന്നോളൂ. ഇറങ്ങി കഴിഞ്ഞാൽ മതി. ഈ ഒരു കാഴ്ചയുടെ ഞാൻ നിർത്തി. കയറ്റവർക്കൊക്കെ ആദ്യമായിട്ടാ കയറ്റവർക്കുള്ള ഒരു തുരങ്കം കാണാൻ. ഇനി കുറെ പോവാൻ ചേർത്ത് എപ്പോ എത്തോ ദൈവത്തിനറിയാം. നല്ല ഹൈവേക്കാണ് മാറി. പൊട്ടി പൊളിഞ്ഞ വഴിയായി. ഒരു മുട്ടൻ ചുരം കയറിക്കൊണ്ടിരിക്കട്ടാ. ഭയങ്കര തിരക്കാണ് ചുരത്തില്. കാറുകാരും ബൈക്കുകാരും ബസ്സൊക്കെ ഉണ്ട്. തിക്കും തിരക്കും. അപ്പോഴാണ് തീ കാഴ്ച കണ്ട. തീ കാഴ്ചയൊക്കെ ഓമ്പോ എന്തൊരു രസമല്ലേ. യാതൊരു രസം. വെള്ളത്തിന്റെ കളറൊക്കെ കണ്ട പച്ച. നിങ്ങൾക്ക് കാണാൻ പറ്റണോ അറിയില്ലടാ. എന്നാ പച്ച കളറാണ്. അറ്റത്തൊക്കെ നല്ല മഞ്ഞുണ്ട്. സൂര്യൻ ഉദിച്ചുണ്ട്. അതാണ്ടൊരു സുഖം. എല്ലായിടത്തും വെയിൽ കാണുമ്പോൾ ഞാൻ നിൽക്കാണ്. എല്ലാ വെയിലും കാണുന്നിടത്ത് ഞാൻ നിൽക്കുന്നുണ്ട്. കുറച്ചു നേരം ചൂട് കാഞ്ഞിട്ട് പോവും. ഒരു ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജാതി രസത്ത് കാണാനായിട്ട്. അപ്പുറത്തെ സൈഡിൽ ഫുള്ള് കാടൊക്കെയാണ്. ബാക്കില് അടിപൊളി വ്യൂ വരണുണ്ടായിരുന്നു. ഒരു വില്ലേജും അവിടെ കുറച്ച് കൃഷിയൊക്കെ ആയിട്ട് ഇച്ചിരി പച്ചപ്പൊക്കെ നിറഞ്ഞിട്ട് കാണാൻ ജാതി ഭംഗിയായിരുന്നു. പക്ഷേ ഫോൺ കീശയിലായിരുന്നു. ഫോൺ എടുക്കാൻ പറ്റിയില്ല. ഒരു കിടിലം തുരങ്കം വന്നിട്ടുണ്ടല്ലോ. ഇവിടെ ഫുള്ള് തുരങ്കമുള്ള. ഒരു 3-4 തുരങ്കം ഇപ്പൊ കഴിഞ്ഞോളൂ. ആഹാ നല്ല നീറ്റ് തുരങ്കം. വന്നതിൽ ഏറ്റവും വൃത്തിയുള്ള ഒരു തുരങ്കം കണ്ടത് ഇപ്പോഴാ. നല്ല രസം കാണാനായിട്ട്. നല്ല ലൈറ്റൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാവോ? കാരണം ഒക്കെ അടിക്കണ്ട്. ഒരു മൂളക്കം തുരങ്കത്തിന്റെ ഉള്ളില്. വലിയ നീളമൊന്നുമില്ല. ചെറിയൊരു തുരങ്ക. വന്നതിലൊരു ഇച്ചിരി വൃത്തിയുള്ള തുരങ്കം കണ്ടത് ഇതാണ്.
ആഹാ എന്ത് രസമല്ല സ്ഥലം കാണാനായിട്ട്. എൻ്റെ മോനെ ജാതി രസം. അവിടെ കടുക് കൃഷി ചെയ്തിട്ടുണ്ട്. ഇതാ മഞ്ഞാണല്ലേ, അത് കടുക് കൃഷി ചെയ്തേക്കെന്താ അടിപൊളി ഒരു കൃഷിത്തോട്ടം. ഇത്ര നേരം വന്നേല് ഇച്ചിരി പച്ചപ്പ് കാണുന്നത് ഇപ്പോഴാണ്. നല്ലൊരു ഭംഗിയുള്ള സ്ഥലം കാണുന്നത് ഇപ്പോഴാണ്. അല്ലെങ്കിൽ കുന്നും മലയൊക്കെ കാണണേ. അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല, സമയമില്ല. സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചകളെ കണ്ട് ആസ്വദിച്ച് പോർന്നു. അവിടെയൊക്കെ പോയിട്ട് ടെൻ്റ് അടിക്കണം, ജാതി രസമായിരിക്കും. ഫുള്ള് പച്ചപ്പാട്ടാ. എന്തോ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാ കൃഷി എന്നറിയില്ല, വല്ല ആട്ടെന്തിലായിരിക്കുള്ളൂ. അപ്പുറത്ത് ആ കാണുന്നത് മഞ്ഞ കടുകാണ്. ഈ വഴി ഫുള്ള് കാഴ്ചകളാട്ടാ, ഫുള്ള് കൃഷിയാണ്. വരണ വഴിക്ക് മറ്റേ ക്യാബേജും കോളിഫ്ലവറൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രഷ് സാധനം തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നത്. ഈ പോണ ഹൈവേ ഉണ്ടല്ലോ, ഇത് ചണ്ഡീഗഡ് പോണ ഹൈവേ ആണ്. ചണ്ഡീഗഡ് ഡൽഹി അങ്ങോട്ട് പോണ ഹൈവേ ആണ്. എന്തൊരു സ്ഥലമാണ് കാണാനായിട്ട്. ഗ്യാസ് കയറാള് കാലത്തൊന്നും കഴിച്ചില്ല, മര്യാദയ്ക്കൊന്നും കഴിച്ചില്ല. ചായ തന്നെയാണ് കുടിക്കണേ. ജാതി രസം. ഫുള്ള് ഇങ്ങനെ കൃഷിയാണ്. പച്ചപ്പ് കാണുമ്പോൾ എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം. ഇത്രയോ ദിവസം മഞ്ഞും തണുപ്പൊക്കെ അടിച്ചിടാറുണ്ട്. തണുപ്പുണ്ട് ഇവിടെ, പക്ഷെ ഇവിടെ പിന്നെ ഒരു വെയിൽ ഉദിക്കുന്നുണ്ട് കേട്ടാ. സൂര്യൻ വന്നിക്കണൊക്കെ കണ്ടാ, അതാണ്ട് ചെറിയൊരു ആശ്വാസമുണ്ട്. അടുത്തൊരു ചുരം കയറിക്കൊണ്ടിരിക്കാട്ടാ. ഇവിടെ മുട്ടം തണുപ്പാ. എൻ്റെ പോലെ ഒന്നും പറയട്ടാ, ചെവിയൊക്കെ അടഞ്ഞു കാറ്റടിച്ചിട്ട്. അതാണ് ഈ സാധനമൊക്കെ വലിച്ചിട്ടാണ്. ഒരു കാഴ്ച അടിച്ചു തരാം. മോളിൽ കയറിയപ്പോൾ കണ്ടതാ. ഈ ഒരു വ്യൂ നോക്കിയേ, എന്തൊരു സ്ഥലം കാണാനായിട്ട്. താഴത്തുനിന്ന് വന്നപ്പേ മരങ്ങളാണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല, മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് മുകളിൽ കയറിയപ്പോൾ അടിപൊളിയായിട്ട് കിട്ടി. അപ്പോൾ ഞാൻ കുറച്ച് നേരം ബൈക്കോട് നിർത്തി. എൻ്റെ പൊന്നെ എന്തൊരു സ്ഥലേ. അവിടെ ആരണ്ടൊക്കെ ഉണ്ട് കൃഷിത്തോട്ടത്തിൽ. വിളവെടുപ്പാതുകൊണ്ട് അവർ തലയിൽ എന്താണ്ട് വെച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. വിളവെടുത്ത് കൊണ്ടുപോകണതായിരിക്കുള്ളൂ. ഇങ്ങനത്തെ നല്ല കാഴ്ചകളൊക്കെ വൈകുന്നേരം കിട്ടുള്ളൂ. അപ്പോൾ കുറേ നേരം ഒന്നും ആസ്വദിക്കാനും പറ്റില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. എന്തായാലും കിടിലൊരു കാഴ്ചയല്ലേ. എനിക്കതാ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതികൂടെ ടിപ്പറൊക്കെ ഇറങ്ങി വേണ്ടില്ല, അതികൂടെ വഴിയുണ്ട്. ആ മലയുടെ താഴ്ചയോടെ മുട്ട മല. ഇവിടെ അധികം നേരം കഥ പറയാൻ പറ്റില്ല. 90 കിലോമീറ്റർ ഓടി ഉണ്ട് ഇനി ഓടി എത്താനായിട്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തണുത്ത് മരവിച്ച് എത്തും ഞാൻ. എങ്ങനെയെങ്കിലും 90 കിലോമീറ്റർ ഓടി പിടിക്കണം. അയ്യോ, ഇവിടെ കുറച്ച് നേരം നിൽക്കണമെന്നുണ്ടായിരുന്നു. ഇന്നും ടെൻറ്റ് പഠിക്കാൻ പറ്റിയില്ല. എത്തിയപ്പോൾ നേരെ വൈകി. ഇവിടെ ഇറങ്ങി മുട്ടന്നപ്പോൾ ഒന്നും പറയണ്ട. കയ്യൊക്കെ മരവിച്ച് പോയി. കാലുമൊക്കെ തൊട്ടിട്ട് കാലുണ്ടോയെന്ന് ഒരു സംശയം. അതുപോലെ തണുപ്പായി. അപ്പോൾ എല്ലാവരും ഇന്ന് വീഡിയോ കയറി കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഒന്നും ചെയ്യണ്ട. നാളെ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.